മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. രാഹുലിൻ്റെ ജാമ്യാപേക്ഷ കോടതി നാളെയാണ് പരിഗണിക്കുക. അതേസമയം MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ അയോഗ്യനാക്കണമെന്ന പരാതിയിൽ സ്പീക്കർ ഉടൻ തീരുമാനമെടുക്കും. ബിനിൽ ലീല സാബു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിലെ 2 കാര്യങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ. മറ്റൊന്ന്, ഇപ്പോൾ സ്പീക്കർ ഒരു MLA പരാതി നൽകണം എന്നുള്ള ആവശ്യമാണ് സ്പീക്കർ ഉന്നയിച്ചത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയൂവെന്ന് ഇപ്പോൾ DK മുരളി MLA ആ നിലയ്ക്കുള്ള പരാതിയും കൊടുത്തിരിക്കുന്നു. വേഗത്തിൽ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ? എന്താണ് വിവരം? അത്തരത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അയോഗ്യനാക്കിയേക്കും എന്നുള്ള ഒരു സൂചന നമുക്കുണ്ട്. എന്തായാലും അതിൽ തീരുമാനം സ്പീക്കറുടെ പക്ഷത്താണ്. അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി രാഹുലിനെ കോടതിയിൽ ഹാജരാക്കാനാണ് SITയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ കൂടുതൽ മൊഴിയെടുക്കൽ നടപടിയിലേക്കും SIT കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. നേരത്തെ ഫോണിൻ്റെ പാസ്വേഡ് നൽകാൻ തയ്യാറായിരുന്നില്ല. അതിൽ തനിക്ക് അനുകൂലമായ തെളിവുകൾ ഫോണിലുണ്ട്, നശിപ്പിക്കപ്പെടും എന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ സഹകരിക്കുന്നില്ല എന്ന കാര്യം ഇന്ന് കോടതിയിൽ തന്നെ SIT പറയാൻ തന്നെയാണ് സാധ്യത. നിലവിൽ എന്തായാലും 2 മണിക്കാണ് കോടതിയിലേക്ക് രാഹുലിനെ എത്തിക്കുക. 3 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 2 മണിക്ക് ഇന്ന് അത് അവസാനിക്കും. അതുകൊണ്ട് 2 മണിക്ക് കോടതിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ വിദേശത്താണ് ഈ 3ാം പരാതിക്കാരി ഉള്ളത്. 3ാം പരാതിയാണ് ഏറ്റവും ശക്തമായി രാഹുലിനെതിരെ നിൽക്കുന്നത്. അറസ്റ്റ് അതിലേക്കാണ് വന്നത്. അതുകൊണ്ട് പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വീണ്ടും ആ മൊഴി രേഖപ്പെടുത്തും. അത് വിദേശത്താണ് പരാതിക്കാരി ഉള്ളത്. വെർച്വൽ വഴിയായിരിക്കും ആ മൊഴിയെടുക്കുക. അതിനുള്ള അനുമതി തേടി കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും കറുത്ത സുരക്ഷയിലായിരിക്കും രാഹുലിനെ കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കോടതിയിലേക്ക് വന്നപ്പോൾ ചീമുട്ടയർ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ സുരക്ഷ കോടതിയിലുണ്ട്. തിരുവല്ല കോടതിയിലേക്കാണ്, മജിസ്ട്രേറ്റ് വീട്ടിലേക്കാണ് ഇന്ന് എത്തിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ മൊഴിയെടുത്ത് മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കൂടുതൽ മൊഴിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് SITയുടെ തീരുമാനം. ഹർഷൻ.